ദുബായ് കറങ്ങാൻ വേണ്ടി നമ്മുടെ സ്വന്തം ചങ്ങായിട്ടുള്ള നെയ്ച്ചാന് അദ്ദേഹത്തിൻ്റെ പൊന്നുപോലെ നോക്കുന്ന റേഞ്ച് റോവർ എന്നെ ഏൽപ്പിച്ചായിരുന്നു. പക്ഷെ ഇവിടുത്തെ മഴയും പൊടിയും ബഹളമൊക്കെ കഴിഞ്ഞ് ഞാൻ യാത്ര അവസാനിപ്പിച്ച് പുള്ളിക്ക് തിരിച്ചു കൊടുക്കണ്ട വണ്ടി. ഒരു ചെറിയ പണി കിട്ടി. പിന്നെ നമ്മുടെ വണ്ടിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ആ ഒരു പ്രോബ്ലം പറയുന്നത്. ബുഷിൻ്റെ ഇവിടെ ഇങ്ങനെ വിട്ടേക്കുന്നുണ്ട്. നമ്മൾ എക്സ്പോയിലേക്കുള്ള വഴിയിലായിരുന്നു. അപ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ടെൻഷനായി. കാരണം എന്താ പറയുക, ദുബായിലെ ഡ്രൈവ് ചെയ്ത് അപകടം ഉണ്ടാക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു എക്സ്പോയുടെ അടുത്ത് DIP ഏരിയയിൽ എന്തെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടെന്ന്. അപ്പം റോയൽ പ്രിൻസ് ഓട്ടോ കെയർ എന്നൊരു സാധനം നമുക്ക് ഗൂഗിളിൽ കിട്ടി. വിളിച്ചു വെച്ചപ്പോൾ മലയാളിയായിരുന്നു. അപ്പം അതിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ നമുക്ക് കുറഞ്ഞ് കിട്ടാമെന്നാണ് നമ്മൾ ആലോചിക്കുക. അപ്പോൾ വണ്ടി ഒന്ന് കയറ്റി നോക്കുകയാണ്, എന്താണ് അതിൻ്റെ പ്രശ്നം നോക്കുകയാണ്. ഒരു പുതിയ സ്ഥാപനമാണ്, മലയാളികളുടെ ഒരു സംരംഭമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികളെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നമ്മുടെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി കയറ്റി കട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ട്, നോക്കട്ടെ. നമ്മുടെ നാട്ടിലെ വീൽ അലൈൻമെൻറ്റ് നോക്കുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമാണ് ദുബായിലെ വീൽ അലൈൻമെൻറ്റ്. ഹണ്ടർ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനിയുടെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ റിമ്മിലാണ് ഇത് പിടിപ്പിച്ചിട്ട് വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് വയർലെസ് ആണ്, പ്ലസ് ടയറിൽ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് ഇവരൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വീൽ അലൈൻമെൻറ്റ് പ്രശ്നമാണോ, അത് വേറെ എന്തെങ്കിലും വിഷയമാണെന്ന് നോക്കുകയാണ്. റേഞ്ച് റോവറിൻ്റെ അടിവശമാണ് ഓട്ടോബയോഗ്രഫിയുടെ. അപ്പം നമ്മൾ സാധാരണ വണ്ടികളുടെ അടിഭാഗം കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അലൈൻമെൻറ്റ് നോക്കി അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ചെറിയ ബുഷിൻ്റെ ഒരു പ്രശ്നമെന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. അപ്പോൾ അതാണ് വണ്ടി വൈബ്രേറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബുഷ് ഇങ്ങനെ വിട്ട് നിൽപ്പുണ്ട്. ഒന്ന് കാണിച്ചതാ ഇങ്ങോട്ട് ഇതിന് ഒരു സെക്കൻഡ് കേട്ടോ. ഇവിടെയാണ് ആ ഒരു പ്രോബ്ലം പറയുന്നത്. ബുഷിൻ്റെ ഇവിടെ ഇങ്ങനെ വിട്ടേക്കുന്നുണ്ട്. അതാണെന്ന് പറയുന്നത്. എന്നാലും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെന്ത് മെഷീൻ? ഇത് ബേസിക്കലി ഡിസ്ക് കിമ്മിങ് ആണ്. ഇപ്പോൾ നമ്മുടെ ഡിസ്ക് ഒക്കെ പോളിഷ് ചെയ്യണമെങ്കിൽ അത് പ്രോപ്പർ ബ്രേക്കിന്റെ ആപ്ലിക്കേഷൻ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ റെഗുലർ സ്കിം ചെയ്യണം. ഓക്കെ, അതായത് കുറേ നാൾ ഓടിക്കഴിയുമ്പോൾ അവിടെ കുറെ ലൈൻസ് വരും, അൺഈവൻ ആവും ഡിസ്ക്. ആ ഡിസ്കിനെ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റ് മെഷീൻ ആണ് ഡിസ്കിംഗ് മെഷീൻ. ഇതും അമേരിക്കൻ മെഷീനാണോ? അതല്ല, ഹണ്ടറിന്റെ. ഇത് ഹണ്ടറിന്റെ. ഇതെന്താ സംഭവം? ഇത് ടയർ ചേഞ്ചിങ് മെഷീൻ ആണ്. ഇത് വേറെ ബ്രാൻഡാണ്. ബട്ട് ഇത് നമുക്ക് ലോ പ്രൊഫൈൽ ടയർസ് ഒക്കെ നമ്മുടെ റിമ്മിന് സ്ക്രാച്ചസ് വരാണ്ട് യൂസ് ഊരാൻ പറ്റും. കുത്തിപ്പൊളിക്കണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് സ്ക്രാച്ചസ് ഇല്ലാണ്ട് നമുക്ക് ടയർ എടുക്കാം. ഈ മെഷീനോ? ഇത് നമ്മുടെ എന്താ പറയാ, ഇത് നമ്മൾ ഈ കുറച്ച് മുമ്പ് ഐപ്പ് പറഞ്ഞില്ല, വരുന്ന വഴിക്ക് വൈബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ചെയ്തതാണ് അലൈൻമെന്റ്. ഓക്കെ, അലൈൻമെന്റിന്റെ കൂടെ തന്നെ ഇപ്പൊ അലൈൻമെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പുതിയ ടയറിനുമ്പം ഓരോ ടയറിനും വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ റണ്ണിങ്ങിൽ ടയർ വണ്ടി ഫുൾ വൈബ്രേറ്റ് ആവും. ആ വൈബ്രേഷൻ ഇല്ലാണ്ടാക്കാനുള്ള ഒരു മെഷീനാണ്. അപ്പൊ നമ്മൾ ടയർ അഴിച്ചെടുത്ത് ഇവിടെ മൗണ്ട് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കും. വീണ്ടും വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് തൊട്ട് നമ്മൾ അതിന്റെ റിക്വയർഡ് ആയിട്ടുള്ള വെയിറ്റ് ഒട്ടിച്ചു കൊടുക്കും. ഇത് വെയിറ്റ് ഉള്ള സാധനം, വെയിറ്റ് ആണ്. ഇത് എത്ര ഗ്രാംസാ വരുന്നത്, പല ഗ്രാംസിൽ വരും. ഈ വെയിറ്റ് നമ്മൾ അതിനകത്ത് ഒട്ടിച്ച് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വൈബ്രേഷൻ ഇല്ലാണ്ടാവും. പിന്നെ ഒരു സ്മൂത്ത് റൈഡിന് വേണ്ടി ആണല്ലേ. ഇപ്പോൾ ടയറൊക്കെ കൂടുതൽ ലാഭമുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് ചൈന ടയറൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ടയർ വാങ്ങിയുള്ള ഗുണം എന്താ? ഇവിടെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഓൾ ലീഡിംഗ് ബ്രാൻഡ്സ് ആയിട്ട് ടൈഡപ്പ് ആണ്. അപ്പം എല്ലാ ടയർസ് കമ്പനിയായിട്ട് ഞങ്ങൾ ടൈഡപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ റേറ്റ്സ് ഉണ്ട്. നമ്മളിവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അലൈൻമെൻറ്റ്, വീൽ ബാലൻസിങ്, പിന്നെ ഒരു കാർ വാഷ് പ്ലസ് എ കോംപ്രിഹെൻസീവ് ചെക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 100-300 ദിർഹംസ് വാല്യൂ ഉള്ള ഒരു സാധനം, 400 ദിർഹംസ് അതിന്റെ വാല്യൂ ഉണ്ട്. അതിന്റെ സർവീസസ് ഞങ്ങൾ ഇവിടെ 4 ടയർ ഒന്നിച്ചെടുക്കുവാണെങ്കിൽ
കസ്റ്റമറിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതൊരു പാക്കേജ് ഇപ്പം ഒരു ഇയർലി കോൺട്രാക്റ്റിൻ്റെ ഒരു അവസ്ഥയുണ്ടോ? ഇപ്പം ആസ് ഓഫ് നൗ നമ്മുടെ മൈനർ സർവീസ് മേജർ സർവീസ് ഉണ്ട്, അത് റെഗുലർ ഓയിൽ ചേഞ്ച് ആണ്. അത് രണ്ടും ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഇപ്പം പ്രൊമോഷൻ നടക്കുന്നുണ്ട്. ഓക്കെ. അത് മൈനറും മേജറും പല മേക്സിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ്. ഇപ്പം യൂറോപ്യൻ കാർസ്, ജർമ്മൻ, ദെൻ ജാപ്പനീസ്, ഇത് മൂന്നാണ് ഇവിടുത്തെ മോസ്റ്റ് റോഡിലെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓടുന്ന വണ്ടി. ഇങ്ങനെ വണ്ടികളുടെ എഞ്ചിൻ കപ്പാസിറ്റി അനുസരിച്ചിട്ട് V4, V6, V8 എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രൈസ് ഡിസൈൻ ചെയ്തിട്ട് ഇപ്പം പാക്കേജ് റണ്ണിങ് ആണ്. ഓക്കെ. പിന്നെ നമ്മുടെ തന്നെ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. ഇപ്പം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നത് ഒരു 1 year കോൺട്രാക്ട് അപ് ടു 40,000 കിലോമീറ്റേഴ്സ് 50,000 ആണ്. ഞങ്ങളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 60,000 കിലോമീറ്റേഴ്സ് അപ് ടു 60,000 കിലോമീറ്റേഴ്സ് അപ് ടു 2 years കോൺട്രാക്ട് ആണ്. ശരി. പിന്നെ ഞങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് കോൺട്രാക്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഫ്ലെക്സിബിൾ പ്ലാൻ ആണ്. ഇൻക്ലൂഡിങ് പാർട്സ് ഉണ്ട്. പാർട്സ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പാഡ്സും പിന്നെ സ്പാർക്ക് പ്ലഗ്സ്, AC ഫിൽറ്റർ, എയർ ഫിൽറ്റർ, എവറിത്തിങ് ലൈക്ക് ആ സർവീസിന് എന്തൊക്കെ വേണോ അതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആണ്, ഇൻക്ലൂഡിങ് റിക്കവറി സർവീസ്. ശരി. അപ്പം അങ്ങനെ പാക്കേജ് എടുത്തുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻ കേസ് ഈ 2 yearsനകത്ത് എന്തെങ്കിലും പ്രൈസ് വേരിയേഷൻ വന്നാലും ദേ ക്യാൻ ലോക്ക് ദ പ്രൈസ് ഫോർ ദ പാർട്സ്. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ട്. അപ്പോൾ പാർട്സ് വേണമെങ്കിൽ പാർട്സ് ചേർത്തെടുക്കാം, അല്ലാത്തവർക്ക് ജസ്റ്റ് സർവീസ് മാത്രം എടുക്കും. നമ്മൾ പൈസ നോക്കി ജീവിതം മുന്നോട്ട് നയിക്കുന്ന പ്രവാസികളാണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. എനിക്കും പ്രയോജനകരമായിട്ട് തോന്നി, കാരണം നമ്മളിവിടെ ഉണ്ടെങ്കിലും എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ നമ്പർ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേര് പറഞ്ഞ് വന്നാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൂടുതൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാം. അതിന് നമ്മളൊരു നല്ലൊരു ഡിസ്കൗണ്ട് കൊടുത്ത് തന്നെ ചെയ്യാം. അടിപൊളി. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ടും കൂടെ നമ്മൾ ഓഫർ ചെയ്യാം. നമ്മുടെ വണ്ടിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു മരച്ചുവട്ടി കൊണ്ട് നിർത്തിയതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്ന് പറയപ്പെടുന്നു. ഇത് കഴുകി നമ്മൾ കുട്ടപ്പനാക്കാൻ പോവാം. നമ്മൾ റോയൽ പ്രിൻസ് ഓട്ടോ കയറി കയറ്റിയ ആ ലുക്ക് അല്ല റേഞ്ച് റോവറിനിപ്പം ആ ലുക്കൊക്കെ മാറി കിഡിലോസ്കി ആയിട്ടുണ്ട്. പ്ലിങ് ആയിട്ട് വന്ന വണ്ടി നല്ല കിഡിലോസ്കി ആയിട്ട് നമ്മൾ ഇറക്കാൻ പോവാണ്. എന്തായാലും എന്താ പറയുക, ഗംഭീര സംഭവമായിപ്പോയി. ഇപ്പം നമ്മൾ നല്ല ഫീലും മൊത്തം വൈബ്രേഷനും കാര്യങ്ങളൊക്കെ മാറ്റി, അലൈൻമെൻറ്റ് പ്രശ്നം മാറ്റി, എന്താ പറയുക ബുഷിൻ്റെ പ്രശ്നം മാറ്റി, വണ്ടി നല്ല കൂട്ടപ്പനാക്കിയിട്ടുണ്ട്, കഴുകി വെളുപ്പിച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. ഇനി ഇതും കൊണ്ടൊരു അടുത്ത റൈഡിന് ഇറങ്ങാൻ പോകണം നമ്മൾ.